ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ഓടയുടെ പണി നടക്കുന്ന സർവീസ് റോഡാണ് ഇടിഞ്ഞത്. പോലീസ് റോഡ് ഭാഗികമായി അടച്ചു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതർ അവഗണിച്ചെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ ചേർന്നുണ്ട്. കണ്ണൻ, എപ്പോഴാണ് ഈ റോഡ് ഇടിഞ്ഞു താഴ്ന്നത്? ഇപ്പോൾ അവിടെ ഗതാഗതം എങ്ങനെയാണ്? നിയന്ത്രിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? ജയലക്ഷ്മി, ഗതാഗതം ഭാഗികമായി നിയന്ത്രിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് സർവീസ് റോഡ് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് കൃത്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഓടയുടെ നിർമ്മാണം കുറച്ചുകൂടി പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ആ ഓടയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി പ്രവൃത്തികൾ നടന്നപ്പോഴാണ് കോൺക്രീറ്റ് പാളിയടക്കം പൂർണ്ണമായും ഒടിഞ്ഞ് തൂങ്ങിയിരിക്കുന്നത്. ഈ നിർമ്മാണത്തിന് എന്ത് ബലമാണുള്ളതെന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. തന്നെയായാലും പ്രദേശത്ത് ഉള്ള ഓട്ടോ തൊഴിലാളികളടക്കമുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുണ്ടായിരുന്നു? എന്താണ് സംഭവം? ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. സ്പോട്ടിലുണ്ടായിരുന്നു. ഇവിടെ ഇതിനു മുമ്പ് പരാതി കൊടുത്തതാണ്. ഇതിന് ഓട വേറണം, മഴയ്ക്ക് മുമ്പ് പരാതി കൊടുത്തേ. ആ വീട്ടുകാരൻ്റെ പരാതിയില്ലാണ്ട് ഇവിടെ ഓട വരണം. അപ്പോൾ ഇവിടെ ഓട കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മണ്ണിടിയാൻ തുടങ്ങി. അപ്പോഴത്തെ ഇവിടെ ഉള്ളവരെല്ലാവരും പരാതി പറഞ്ഞുണ്ട്, ഇത് ഇനി കുടിച്ചുകൊണ്ടിരുന്ന ഇത് ഇടിഞ്ഞ് വീഴത്തേ ഉള്ളൂ, സർവീസ് റോഡ് ഇടിഞ്ഞ് വീഴത്തേ ഉള്ളൂ, ഇതിനുള്ള മാർഗം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാതെ അവർ ബംഗാളിമാരാണ്. മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാമായിരുന്നു. അത് ഇടിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവർ ഒരു മണിക്കൂർ മുമ്പ് ഇവരെല്ലാം പണി നിർത്തി വെച്ച് വന്ന് നോക്കിയപ്പോൾ ഇവിടുന്ന് മണ്ണ് ഇടിഞ്ഞ് പൂർണ്ണമായിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നോക്കുന്നത് ഈ വലിയ പാവം മൊത്തത്തിൽ ഇടിഞ്ഞ് താഴോട്ട് വീഴുകയാണ്. അപ്പോൾ ഇതിലിപ്പം വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണിക്കാരടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടുത്തെ എല്ലാവരും പറഞ്ഞു, ഓട്ടോ സ്റ്റാൻഡിൽ അവരും പറഞ്ഞു, അല്ലാതെ ഞങ്ങൾ കൂട്ടുകാരന്മാരെ എല്ലാവരും ഞങ്ങളിവിടെ വന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇവിടുന്ന് ആ വെള്ളം മൊത്തം ആ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. അവിടെ ഈ വെള്ളം മൊത്തം അവിടെ ചെന്ന് കഴിഞ്ഞു. ഈ റോഡ് ഇങ്ങനെ വെച്ച് തുടർന്ന് കഴിഞ്ഞാൽ സ്കൂൾ വണ്ടി രണ്ടാമത്തെ കാര്യം ഒരു 3 മണി ടൈമാകുമ്പം ഇവിടുന്ന് ഒരു 8-10 വണ്ടിയുണ്ട്. ഈ പബ്ലിക് സ്കൂളിൽ അവിടുത്തെ ഒരു 8-10 വണ്ടിയുണ്ട്. അത് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ മൊത്തം ബ്ലോക്ക്. അതായത് ജയലക്ഷ്മി, വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ്. തൊട്ട് സമീപത്ത് NS കോർപ്പറേറ്റീവ് ആശുപത്രി ഉണ്ട്, വിവിധ സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെയുള്ള വാഹനങ്ങളും നിരന്തരമായി പോകുന്ന ഒരു റോഡിലാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കെ തന്നെ ഇങ്ങനെ തകർന്നു വീണിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, ഇന്റർലോക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ അവയെല്ലാമാണ് തകർന്നു വീണിരിക്കുന്നത്. ഈ ഓടയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ അതുപോലെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വലിയ രീതിയിൽ പരാതി പറഞ്ഞതാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നുള്ള പരാതി പറഞ്ഞ വ്യക്തികളടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ പരാതി കൊടുത്തല്ലേ? എന്തായിരുന്നു പരാതി? ഇത് നമുക്കെതിരെയുള്ള വെള്ളം പോകുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അതാണ് ഈ ഓടയുടെ ഇത് കണക്ട് ചെയ്തിട്ടില്ല. ഈ മൊത്തം അവിടെ ഈ ഏരിയ മൊത്തം കംപ്ലീറ്റ് വെള്ളം പൊങ്ങും മഴയായി കഴിഞ്ഞു. അതാണ് വലിയ വിഷയം. ഇപ്പം വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ടായിരുന്നു? ആ വീട്ടിലും കടയിലും അവിടെ എല്ലാം വെള്ളം വരുന്നുണ്ട്. കടയിലും അവിടെ ഉണ്ട്. ആ ലൈൻ കംപ്ലീറ്റ് ഇവിടെ അങ്ങോട്ട് നോക്കി കാണുന്ന ലൈൻ കംപ്ലീറ്റ്. ഓടയുടെ പണി നടക്കുന്ന സ്ഥലത്തെ സർവീസ് റോഡാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. നാട്ടുകാരൊക്കെ നേരത്തെയും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.